ഗൈസ്, ആ കാണുന്ന മലയുടെ മണ്ടയാണ് ആകുമ്പ എന്ന് പറയുന്ന സ്ഥലം. അപ്പം അവിടെയാണ് ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ബൈക്ക് പോകുമെന്നാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ ചെന്നിട്ട് നോക്കാം. മേളിലൊക്കെ നല്ല മഞ്ഞാണ്. കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ മേളിൽ ചെന്നിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം ഞാനിപ്പം ആകുമ്പയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണുള്ളത്. ഇവിടെയാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരൊരു ദിവസം കൊണ്ടത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മരമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ താഴെയൊക്കെ മണ്ണായിരുന്നു. ഈ ഒരു ഹെയർപിന് മൊത്തത്തിലാണ് മണ്ണിടിഞ്ഞ് വീഴുന്നത്. ആ മേളിൽ നിന്ന് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഈ റോഡെല്ലാം ബ്ലോക്കായി. ഏകദേശം ഈ വണ്ടിയുടെ പൊക്കത്തിൽ മണ്ണായിരുന്നു എന്നാണ് ആ പോകുന്ന ചേട്ടൻ പറഞ്ഞത്. അപ്പം അത്യാവശ്യം നല്ല മഞ്ഞുമാണ് റോഡെല്ലാം. അപ്പോൾ ഇതായിരുന്നു സംഭവം. അപ്പോൾ താഴെയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫോഗ് ലൈറ്റൊക്കെ വെച്ചേക്കുന്ന കാരണം നമുക്ക് എതിരെ വരുന്ന വണ്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്നൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിലും ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം മഞ്ഞ് കയറി വരികയാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി നേരം നിൽക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. ആളുകളൊക്കെ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടൊക്കെ ഉണ്ട്. നമ്മളോട് നിർത്തില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് പോയിട്ട് അടുത്ത സ്റ്റോപ്പിൽ നിർത്താം. ഗൈസ്, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്ഥലം മണ്ണിടിഞ്ഞേക്കുന്നത്. അപ്പം വരുന്ന വഴിക്കൊക്കെ ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നിർത്താനുള്ള പെർമിഷനോ ഓപ്ഷനോ ഒന്നും ഇല്ലായിരുന്നു. കാരണം സൈഡിലൊക്കെ മണ്ണ് കിടപ്പുണ്ടായിരുന്നു. ഒരു വളവിനൊക്കെ ആയിരിക്കും. എയർപിന്നി നിർത്തിക്കഴിഞ്ഞാൽ ബസ്സുകാരൊക്കെ വന്നാൽ അല്ലെങ്കിൽ വേറെ വണ്ടി വന്നാൽ തെറി വിളിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മണ്ണിടിച്ചിട്ടുണ്ടായത്. താഴെയായിരുന്നു ഏറ്റവും ഭീകരം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് ഈ റോഡ് ഫുള്ള് കവറായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര മണ്ണ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ താഴെ നിന്ന് കയറി വരുമ്പോഴും അവിടെയും കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. നല്ല തണുപ്പുമുണ്ട്. എനിക്ക് ഒരുപാട് സംസാരിക്കാനും പറ്റുന്നില്ല. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അവിടെ സൺസെറ്റ് പോയിൻ്റൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലോസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കി പോവാം. അപ്പോൾ സൺസെറ്റ് പോയിൻറ്റിൽ ആൾക്കാരൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. പിന്നെ ഇതൊരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ളൊരു ഭീഷണിയുടെ പുറത്താണ്. അതായത് ഏത് നിമിഷവും വീണ്ടും ഇടിയാം എന്നുള്ള ഇതിൻ്റെ പുറത്ത് ബസ്സൊന്നും വിടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ആകെ ചെളിയായി. വരുന്ന വഴിക്കൊക്കെ മണ്ണിലൊക്കെ അടിക്കുകയാണ്. ഇവിടെയൊക്കെ ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സൂക്ഷിച്ചില്ല അവന്മാർ ക്യാമറയൊക്കെ അടിച്ചുകൊണ്ട് പോകും. ഒന്നും കാണത്തില്ല. ഫുള്ള് മഞ്ഞാണ്. ആകുമ്പോൾ ഫുള്ള് മഞ്ഞ് കയറി കിടക്കുകയാണ്. നമ്മൾ വണ്ടി വെച്ചിടത്തൊക്കെ മഞ്ഞുണ്ട്. ശരിക്കും ഇവിടെ അത്യാവശ്യം നല്ല മഞ്ഞാണ്. ക്യാമറയിൽ അത്രയ്ക്കൊന്നും കാണുന്നൊന്നുമില്ല ശരിക്കും. നമുക്ക് കുരങ്ങന്മാരുടെ അടുത്തോട്ട് ഫോൺ കൊണ്ട് എല്ലാം പറ്റില്ല. അവന്മാർ ഇത് തട്ടിപ്പറിക്കും, റോഡികളായി. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാൻ ഷിമോഗയ്ക്കാണ്. നമ്മുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാതയൊക്കെ കഴിഞ്ഞു. ഇതായിരുന്നു ഇച്ചിരി സീനുണ്ടായിരുന്നു. ഇനി നമുക്ക് ഷിമോഗയ്ക്കാണ് പോകേണ്ടത്. നമുക്കിവിടെ കുറച്ച് കഴിയുമ്പോൾ ആകുമ്പോൾ സിറ്റി കിട്ടും. ചെറിയൊരു ടൗൺ ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് കാണാം. ഓ ഗായ്സ്, എൻ്റെ വണ്ടിയുടെ പുറത്തുനിന്ന് ആദ്യത്തെ സംഭവമാണിത്. ലഗേജ് തെറിച്ച് ഓടിപ്പോയി ഗായ്സ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തെങ്കിലും പൊട്ടിയോ? ഇല്ല, പൊട്ടിയിട്ടൊന്നുമില്ല. പൊട്ടി. ചതിച്ചു. സംഭവം വള്ളി പൊട്ടിയിരിക്കുകയാണ്. എന്തായാലും ലഗേജിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. വണ്ടിയിൽ നിന്ന് തെറിച്ച് താഴെ പോയിരിക്കുകയാണ്. അതെ, ബാക്കി പീസ് ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ വള്ളി പൊട്ടി. അപ്പം നിങ്ങൾ വള്ളി മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ റോഡിൽ കിടക്കും ലഗേജൊക്കെ. ഓക്കെ, നമ്മളങ്ങനെ പൊട്ടിയ ലഗേജൊക്കെ രണ്ടാമത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ വണ്ടി വെച്ചിട്ട് പോയ ആ വീട്ടിൽ ഈ കവർ, ഇത് വണ്ടിയുടെ കവറാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കവർ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മൂടിയായിരുന്നു. അപ്പോൾ മൂടിയതിൻ്റെ പുറമെ ഈ ഒരു നമ്മുടെ റോപ്പും കൂടി ഇട്ട് മൂടിയാണ് വെച്ചിരുന്നത്. അതായത് ടൈറ്റ് ചെയ്താണ് വെച്ചിരുന്നത്.
അപ്പോൾ മഴയൊക്കെ നനഞ്ഞിരുന്ന് അളിയൻ്റെ കട്ടി പോയി. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടിയത്. അപ്പോൾ നമ്മൾ നിർത്തി എന്തായാലും ചെറിയ വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഇവിടെ ഭയങ്കര വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ ഇതൊന്നും ഇല്ലാത്തൊരു കാട് വഴിയാണ്. അങ്ങ് ദൂരെ ഒരു വണ്ടി കിടപ്പുണ്ട്, പക്ഷേ ഡ്രൈവറില്ലെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം വിചാരിച്ച ടയർ പൊട്ടിയെന്നാണ്. അതുപോലത്തെ വലിയൊരു ശബ്ദമായിരുന്നു. അപ്പം പക്ഷെ വണ്ടി കൺട്രോളിൽ നിന്നൊന്നും പോയില്ല. ടയറൊക്കെ നല്ല അഴുക്കാണ്. അപ്പോൾ ടയർ പൊട്ടിയെന്നാണ് ആദ്യം വിചാരിച്ചത്. അതായത് കൈയൊക്കെ ഒന്ന് കഴുകട്ടെ. നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന ട്രാവലിംഗ് ഒക്കെ. അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. വേറെ സീനൊന്നുമില്ല. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ വെച്ചിട്ടുണ്ട്. അത് ശരിക്കും ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ചതാണ്. സൈക്കിളിനൊക്കെ വെക്കുന്ന സാധനം. ഞാനവിടെ മറ്റേ നമ്മുടെ 10 രൂപയുടെ ടൈ മേടിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണത്. പക്ഷെ കുഴപ്പമില്ല, നല്ല യൂസ്ഫുള്ളാണ് സാധനം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ പൈസ ലാഭിക്കാം. ഇപ്പോൾ ഏതൊരു ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ കുപ്പിയിൽ വെള്ളം നിറച്ചാൽ മതി. ഈ സാഡിൽ സ്റ്റേ വന്നാൽ പിന്നെ അത് തെറിച്ച് പോകുന്നില്ല. അല്ലെങ്കിൽ അവിടെ കെട്ടി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് തെറിച്ച് പോയായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, ആരും ഇല്ലാത്ത റോഡൊക്കെയാണ്. ശരിക്കും എൻ്റെ ഗോപ്രോയുടെ ചാർജർ കാണാനില്ല. അത് കാരണം ഗോപ്രോ വർക്കിംഗ് അല്ല. സോ വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം.